Sister, connect the monitor. Call the pediatric. Dr. G, ഒരു പീഡിയാട്രിക് കേസ് ഉണ്ട് ബ്രെത്ത്ലെസ്നെസ് ആയിട്ട്. ഒന്ന് വരാമോ? Start 4 liter O2 via simple face mask. Oh, the child is breathless. Yeah. What is the case? A 5-year-old girl presented with acute onset of breathlessness. At the time of presentation, a saturation dropped to 92%. I gave her 4 liter oxygen via SFM. There was mild tachycardia, but the BP was stable. ഞാനിവിടുത്തെ കാഷ്വാലിറ്റി ഡോക്ടറാ. കുട്ടിയുടെ ആരാ? ഞാനവിടെ ആൻറ്റിയാ. ആണോ? എന്താ ശരിക്കും പറ്റിയത്? അവൾക്ക് ഒരു അരമണിക്കൂറേ ആയിട്ടുള്ളൂ. ഭയങ്കര ശ്വാസം മുട്ടായിരുന്നേ. ഇത്രയും ശ്വാസം മുട്ട് ഇതിനു മുമ്പ് വന്നിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശ്വാസം മുട്ട് കണ്ടു നിൽക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ശ്വാസം മുട്ടായിരുന്നു. മൂക്കിൽ എന്തെങ്കിലും ഇടുന്നതായി കണ്ടിരുന്നോ? ഇപ്പോഴോ? ഇല്ലില്ല. ആസ്മയോ അങ്ങനെ എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ കൊച്ചിന്? ആസ്മയായിട്ടൊന്നുമില്ല, പക്ഷേ ജനിച്ചപ്പം തൊട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശ്വാസം മുട്ട് വരുന്നുണ്ട്. ശരി, പേടിക്കണ്ട, ഞങ്ങൾ നോക്കോളാം. There's decreased breath sounds in the left lower zone. Occasional creps also there. The child looks mildly tachypneic. Looks like a picture of pneumonia. I don't think so. Fever illa, prodromal symptoms ഒന്നും തന്നെ ഇല്ല. And look at the child. She doesn't look toxic either. Bystanders or antibiotic causative history പറയുന്നുണ്ട്. Could be an atypical presentation of pneumonia. Acute onset breathlessness with reduced breath sounds in the left and hyperresonant nod. I think it's a case of acute pneumothorax. We'll get an X-ray done. ഡോക്ടർ മാർട്ടിൻ, സർ എമർജൻസി കേസ് ഉണ്ട് കാഷ്വാലിറ്റിയിൽ. ഓക്കെ. You're right, Dr. Kevin. That is a pneumatorsal formation. Looks like a staph pneumonia. So let's admit the child and start her on IV antibiotics. Yeah. Okay? Kevin, This looks... Good evening, sir. what's the case? A 5-year-old girl present with acute onset of breathlessness since today morning. X-ray shows a picture of pneumonia. So we are admitting her and starting her on IV antibiotics. സിസ്റ്റർ, ആ ബൈസ്റ്റാൻഡറിൽ നിന്ന് വിളിച്ചേ. ശ്വാസം മുട്ടൽ ഇതിനു മുന്നേ വന്നിട്ടുണ്ടോ? ജനിച്ചപ്പം തൊട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശ്വാസം മുട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് സംഭവിക്കുമ്പോൾ ഛർദിലോ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം 2 പ്രാവശ്യം ഛർദ്ദിച്ചായിരുന്നു. ഓക്കെ, അവിടെ വെയിറ്റ് ചെയ്തോളൂ. ശരി സർ. Who saw this case? Sir, we saw the case. Did you examine the child? Yes, sir. There was decreased breath sounds in the left lower zone and occasional creps were also present. Bullshit! There are bowel sounds, man. പിന്നെ ഒരു എക്സ്റേ റീഡ് ചെയ്യുമ്പോൾ ഏതൊരു മെഡിക്കോ വരുത്തുന്ന ആ മിസ്റ്റേക്ക് അത് നിങ്ങളും വരുത്തി. ഇഫ് യു had read the X-ray properly, you would have noticed the mediastinal shift to right. പിന്നെ നീയൊക്കെ കണ്ട ന്യൂമാറ്റോസീലല്ലേ? Those are air-filled bowel loops. And how can you miss the history of vomiting in the child? It's a definite case of congenital diaphragmatic hernia. Sister, insert NG2 and admit her under pediatric surgery. ഞാൻ ഡോക്ടർ മാർട്ടിൻ, ഇവിടുത്തെ സീനിയർ ഡോക്ടറാണ്. മോൾക്കുള്ളത് ജന്മനുള്ള ഒരു ഡിഫക്റ്റാണ്. മോളുടെ കുടലും മറ്റേ അവയവങ്ങളെല്ലാം നെഞ്ചിനുള്ളതാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ശ്വാസമുട്ടലൊക്കെ വരും. സോ ഒരു സർജറി ചെയ്യേണ്ടി വരും. പോസ്റ്റ് ഫോർ തൊറാക്കോസ്കോപ്പിക് റിഡക്ഷൻ ആൻഡ് ഹെർണിയൽ റിപ്പയർ. യെസ് സർ. സാറ്, കുഞ്ഞിൻ്റെ അമ്മ. ഹലോ, ദിസ് ഇസ് ഡോക്ടർ മാർട്ടിൻ റാഫേൽ, പീഡിയാട്രിക് സർജനാണ്. Excuse me. പുള്ളി എന്താടാ ഇങ്ങനെ ചുമ്മാ
ഒന്നുമില്ലെങ്കിലും പിള്ളേരായിട്ടല്ലടാ ഡീൽ ചെയ്യുന്നത്. കുറച്ചൊന്ന് കമ്പാഷനേറ്റ് ആയിക്കൂടെ? ഡാ സാർ ഇങ്ങനെയൊന്നും അല്ല. പിന്നെ നിനക്കെങ്ങനെ അറിയാം? എൻ്റെ ചേട്ടൻ്റെ ഒപ്പം പഠിച്ചതാ, എനിക്കറിയാം. പുള്ളിക്ക് കോളേജിൽ ചെറിയ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് വല്ലാണ്ട് പുള്ളിനെ അഫക്റ്റ് ചെയ്തു. ഇല്ല, പറഞ്ഞു. പറഞ്ഞോ. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞ് നോക്കാം. ശരി. MOSC ഒരു നാടിനും നാട്ടാർക്കും ആശ്രയവും സൽപ്പേരും സമ്മാനിച്ച, സമൂഹത്തിൽ സ്നേഹവും സഹാനുഭൂതിയും വിളയിച്ച് കോലഞ്ചേരി എന്ന പേര് രാജ്യത്തിന്റെ അതിരുകൾക്കപ്പുറം എത്തിച്ച MOSC യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ ഔന്നത്യങ്ങൾ വെട്ടിപ്പിടിക്കുന്ന, ആർട്സ് ആയാലും സ്പോർട്സ് ആയാലും വാ ഒരു കൈ നോക്കാം എന്ന് ചങ്കുറപ്പോടെ പറയുന്ന ചുണക്കുട്ടികളുടെ MOSC, ഉള്ളു തുറന്ന സൗഹൃദങ്ങൾ നെഞ്ചിലേറ്റുന്ന, ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന മിടുക്കന്മാരുടെയും മിടുക്കികളുടെയും MOSC. ഇവൻ കിടന്നോ? ഡാ, നാളെ അനാറ്റമി എക്സാം അല്ലേ? ഇവനെന്താ ഫിസിയോളജി പഠിക്കുന്നത്? കൊള്ളി ഡാ, 5 മിനിറ്റ്. അവൻ്റെ സ്ഥിരം 5 മിനിറ്റ്. പഠിക്കാം. Spleen is a soft, highly vascular, dark purple. കൊള്ളി എൻ്റെ 5 മിനിറ്റ് കഴിഞ്ഞാണോ പുല്ലേ? 5. അവൻ്റെ ഒടുക്കത്തെ 5 മിനിറ്റ്. കർണൻ, ഭഗത് സിംഗ്, നെപ്പോളിയൻ, ഇവർ 3 പേരും തോറ്റു തൊപ്പിയിട്ടവരാണ്. അതുകൊണ്ട് തോറ്റു തൊപ്പിയിട്ട അങ്ങ് പോട്ടെന്ന് വയ്ക്കും ഞാൻ. ഡോണ്ട് യു സീ ദ ഐറണി? Yes, of course. എന്നറിയപ്പോ കൂടെ പഠിക്കാ എടാ, നാണില്ലടാ നിനക്ക് പഠിക്കാൻ. അത് വരും PCTക്ക് വേണ്ടി. മച്ചം കിടക്കണുണ്ടോ? അതുപോലെ ആയിരിക്കണം. എടാ, പിന്നെ ഒരു കാര്യം പറയാന്ന് വെച്ചാൽ റേഡിയൽ നെർവ് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ നടത്തുന്നത് എന്തായാലും പഠിച്ചിരിക്കണം. റേഡിയൽ നെർവ് എങ്ങോട്ടാ പോണേ? അനാറ്റമിക്കൽ സ്നഫ് ബോക്സ്. റേഡിയൽ നെർവ്, മീഡിയൻ നെർവ്, അൾനാർ നെർവ് എന്തായാലും പഠിച്ചിരിക്കണം. പിന്നെ കയ്യിലെ മസിൽസ്, ബൈസെപ്സ്, ബ്രേക്കിയോഡിയാലിസ്, പിന്നെ മസ്കുലോക്യൂട്ടേനിയസ് നെർവ്, ഇതൊക്കെ പഠിക്കണം. പഠിച്ചോ? പഠിച്ചില്ല. പിന്നെ അബ്ഡോമൻ വരുമെന്ന് പറഞ്ഞില്ലായിരുന്നു. സ്പ്ലീന്, പാൻക്രിയാസ്, കിഡ്നി ഇതെന്തായാലും പഠിച്ചിരിക്കണം. പഠിച്ചില്ല വെറും മൂഞ്ചലാണ്, തോറ്റു പോകും. ഇവനെ നീ ഇറക്കി വിടണോ അതോ ഞാൻ ഇറക്കി വിടണോ? ബ്ലഡി ഫുൾ. എടാ, നിന്റെ അടുത്ത് കാര്യം പറയണ്ട. ഇങ്ങോട്ട് ആക്ച്വലി ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഉറങ്ങിയാൽ മതി. ഡാ, പിന്നെ അവനായിരിക്കും.
എല്ലാരും ആസ് യൂഷ്വൽ എക്സാമിന് തലേന്ന് ഒന്നും പഠിക്കാതെ മൂഞ്ചി കുത്തിയിരിക്കുമല്ലേ? ആണെങ്കിൽ തോന്നി. ഇത് കണ്ടോ, നാളത്തെ എക്സാം ചോദിക്കാൻ പോകുന്ന ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഇത് മാത്രം പഠിച്ചാൽ മതി പാസ്സാവും. ഓഹോ, ഇത് എവിടെ നിന്ന് കിട്ടി? അപ്പം തിന്നാ മതി സാറേ, കുഴി ഞാൻ എണ്ണിക്കോളാം. ആണെങ്കിൽ ഇതേ കാണാ നീ. അവൻ്റെ ഒരു അപ്പം കുഴി. എന്തോ എക്സാമിന് പഠിച്ചില്ലെങ്കിൽ ഇതുപോലെ മൂഞ്ചിരിക്കേണ്ടി വരും. അടിപൊളി. എന്തൊക്കെ ബഹളമായിരുന്നു. ക്വസ്റ്റ്യൻസ് കിട്ടുന്നു, പഠിക്കുന്നു, സമാധാനമായല്ലോ. ഡാ, നീ റെക്കോർഡൊക്കെ വരയ്ക്കാണോ? ഡാ പുറത്തേക്ക് വാടാ, പുറത്തുള്ള കാറ്റൊക്കെ ഉണ്ട്. വാ, ശല്യപ്പെടുത്ത പോടാ. എടാ ബാടാ. മാറ്റി നല്ലതാണോ നോക്കിയേ? കൊള്ളാലോ. ഷേവൊക്കെ ചെയ്ത് സുന്ദരനായല്ലോ. റിയൂണിയന് പോകുന്നതിന് സന്തോഷമാണോ ഇത്? നീ റെഡി ആയില്ലേ? ആ, പോവാം. ഇന്ന് നമുക്ക് കുന്നക്കൽ സർവേ ആണ്. നമ്മൾ ഓരോ വീടുകളിൽ പോയിട്ട് ഡയറ്റും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കണേ. പെയറായിട്ടാണ് പോവുക. ചിലതിൽ ബോയ്സും ബോയും ഗേളും ആയിട്ടായിരിക്കും പോവുക. ചിലതിൽ ഗേൾസ് 2 പേരായിട്ടായിരിക്കും പോവുക. ഇപ്പം ഞാനിപ്പോൾ പെയർ ആരൊക്കെയാന്ന് പേര് വിളിച്ച് പറയാം, അതനുസരിച്ച് പോകണം. അക്ഷയ അശോക്, മാനുവൽ മാജി, അഞ്ജിത റിയ, കൃപ ഹഫ്സ, മാർട്ടിൻ അനറ്റ്. അനറ്റ് എവിടെയാ? അനറ്റ് ആ വഴി പോയാലോ? മാർട്ടിൻ, എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എക്സാമിനെ കുറിച്ച് നീ ഒരു അക്ഷരം വേണ്ടി പോരുത്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് നമ്മളെ 3 പേരെ മൂഞ്ചിപ്പിച്ച ഇവളാടാ. ഇവൾ ഒരാൾ കാരണമാണ് നമ്മൾ 3 പേര് അന്ന് തോറ്റ. അറിയോ? നീ എന്താ കൂടുതൽ സംസാരിക്കുന്നത്? എന്താ അന്ന് അപ്പം തിന്നാനോ കുഴി തിന്നാനോ അങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നു. എന്താണ് ഇങ്ങനെ മോനേടാ? ലേഡീസിന് മുന്നിൽ വെച്ച് തന്നെ പ്രൈവറ്റ് ആയിട്ട് കളിക്കുന്ന ഇഷ്ടമില്ല എന്നൊക്കറിയില്ലേ? അങ്ങോട്ടോ? അല്ല, ഇങ്ങോട്ട്. അങ്ങോട്ട് പോവാം. ഞാനും മാർട്ടിനും ഡയലോഗ് നിൽക്ക്. പോടില്ലേ?
പേര് അനറ്റ്. എനിക്കറിയാവുന്നതല്ലേ? അല്ല, ഞാൻ വിചാരിച്ചു ഇത്രയും നേരം സംസാരിക്കാതിരുന്നപ്പോൾ എൻ്റെ പേരറിയില്ലായിരിക്കും ഒന്ന്. ഇതൊക്കെ ഒന്നും മനസ്സിലാവുന്നുമില്ല. ഇത് സർവേയാ. ബേസിക്കലി നമ്മൾ എല്ലാവരുടെ വീട്ടിലൊന്ന് പോവും, അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും, അത്രേ ഉള്ളൂ. മാട്ടം പേടിക്കണ്ട, ഞാനെല്ലാം ചോദിച്ചോളാം. ചേട്ടാ, ഞങ്ങൾ MOSC മെഡിക്കൽ കോളേജിൻ്റെ ഡോക്ടേഴ്സാണ്. ഒരു സർവേ ചെയ്യാൻ വേണ്ടി വന്നതാ. അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല, ചോദിച്ചു, കുഴപ്പമൊന്നുമില്ല. എന്താ? ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് എബിൻ എന്നാണ്. ആ, ഓക്കെ. വയസ്സ് എത്രയുണ്ട്? എനിക്ക് 24. കല്യാണം കഴിച്ചതാണോ? ഇല്ല, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഓക്കെ. എത്ര പിള്ളേരുണ്ട്? അങ്ങനെ ചോദിച്ചാ എന്താ ചോദിച്ചാ? ചിൽഡ്രൻ. എന്താ കുട്ടി? ഞാൻ ചോദിച്ചില്ല. ഹലോ, എനിക്ക് ചോദിക്കാനുണ്ട് നിന്നോട്. നമ്മൾ എന്തിനാ ഓടുന്നേ? നീയല്ലേ പറഞ്ഞേ എല്ലാം ചോദിച്ചോളാന്ന്? ഞാൻ ചോദിച്ചതല്ലേ. ഇങ്ങനെയൊക്കെയാണോ ചോദിക്കുന്നത്? ഇതിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ ഞാൻ ചോദിച്ചുള്ളൂ, വേറെ ഒന്നും. നീ ഒന്നും മിണ്ടണ്ട, ഇവിടെ വന്നാ മതി. പണ്ടാറക്കാലത്ത് ഈ മാപ്പ് കൊണ്ട് ഏൽപ്പിച്ചിട്ട് ഇവിടെ എവിടെ പോയി കിടക്കുക? കോപ്പ് മനസ്സിലാവുന്നില്ലോ. എവിടെയാണ് ഈ സ്ഥലം? ഫൈനലി യു ഹാവ് റീച്ച്ഡ് യുവർ ഡെസ്റ്റിനേഷൻ. എവിടെയാ? ഞാനൊരു സർവേ എടുത്തോണ്ടിരിക്കുക. ഒരു കിടില സ്പോട്ടുണ്ട്. എവിടെ? ഞാൻ ലൊക്കേഷൻ വെച്ചുതരാം. 2 മിനിറ്റ്, ഞാൻ എത്തി. അമരടിക്കണ കാലമായടി തിയാമേ ശാന്തി ശാന്തി ശാന്തി. ഈശ്വര രക്ഷിക്കണേ. എന്റെ ശിവനെ. കമ്മ്യൂണിറ്റി മെഡിസിൻ പോസ്റ്റിങ്ങിന്റെ ഇടയ്ക്ക് വെള്ളടിക്കാൻ മാത്രം മൂത്തോടാ നീ. അവിടെ തലയടിച്ച് പൊളിക്കോ വേട്ടാ. രണ്ടാഴ്ച കമ്മ്യൂണിറ്റി മെഡിസിൻ പോസ്റ്റ് ഒക്കെ ആയിട്ട്. അതുകൊണ്ട് ആനറ്റായിട്ട് അതിനുശേഷം എന്തിനു സംസാരിച്ചോ? എവിടെ സംസാരിക്കാൻ? പിന്നെ എന്താണ് മൈൻഡിയാതെ? എന്ത് സീനാണ് നീ? പോവാം. പോ. സെറ്റായൊരു ഷോ സഹിക്കാൻ മൂട് പോയി. ഉപ്പെടുത്താലോ? പരിചയപ്പെടലുകൾക്കും ചൂടേറിയ പരീക്ഷകൾക്കുമിടയിൽ 1 വർഷം കടന്നുപോയി. പുതിയ പ്രതീക്ഷകൾ നെഞ്ചിലേറ്റി. ഉറച്ച ചുവടോടെ ഇനി സീനിയറിന്റെ വേഷം. എന്താടാ എൻ്റെ പേര്? ഷിബിലി. എന്താടാ അച്ഛൻ്റെ പേര് പറയാൻ എത്ര ബുദ്ധിമുട്ട്? ഷിബിലി അബ്ദുൽ ഖാദർ. എന്താടാ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? വെറുതെ പൊരക്കോയപ്പോ കുറച്ചാക്കിയതാണ്. പൊരക്ക് തീ പിടിച്ചു. എന്ത് തേങ്ങയാണ് ഇവനീ പറയണേ? എന്താണ് ചിരിക്കുന്നത്? ഇനി നീ ചിരിക്കുമ്പോൾ എനിക്ക് അടി ഓർമ്മ വേണം. ഇന്ന് പഠിപ്പിച്ച് നിനക്ക് വല്ല മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല. നിനക്ക് അത് പിന്നെ ആ കണ്ണുണ്ടായിരുന്നു. എപ്പോഴും അങ്ങനെയാണ്. ഓ, നിനക്ക് മനസ്സിലായ പോലെ ഉണ്ടാക്കല്ലേ. ഹോസ്റ്റലിൽ പുതിയ വാർഡൻ വരുന്നെന്ന്. ആരാ? ഒരു ഡോക്ടർ റോണി പോൾ. ഈ പേര് ഞാൻ കേട്ടിട്ടുണ്ട്. പുള്ളി സീനാന്ന് കേട്ടെ. ആരായാലും നമുക്ക് തന്നെ, നമ്മളിതുപോലൊക്കെ തന്നെ പോവും. പോയാ മതി. ആരാടത്? അയാൾ നമ്മളെയാണോ? നമ്മളെ തന്നെ നോക്കിയ. ആരത്?
ഓണസിനെ കണി കാണില്ലേ മുടിഞ്ഞ മുതൽ. സാർ ഇത് ഉമ്മാരെ സ്ഥിരം പരിപാടിയാ കുപ്പി കൊണ്ട് ഹോസ്റ്റലിൽ കയറുന്നത്. സാർ അങ്ങനൊന്നുമില്ല. കൂടുതലൊന്നും പറയണ്ട, പെട്ടിയും കിടക്കാൻ പാക്ക് ചെയ്ത് വെച്ചോ, നാളെ ഡീൻസ് ഓഫീസിൽ കാണാം. ആകെ സീനായാലോടാ. ഇന്നലെ അയാളുടെ വായിലോട്ട് തന്നാ ചാടിക്കൊടുത്തത്. ഇന്നലത്തെ നിന്റെ ഷോ കണ്ടപ്പോൾ എനിക്ക് അറിയാവുന്നതാ നീ പിടിക്കപ്പെടുന്നത്. എന്തായിരുന്നു? ഞാൻ കയറ്റിക്കോളാം, നൈസായിട്ട് കയറ്റിക്കോളാം, ലാസ്റ്റ് പിടിക്കപ്പെട്ടപ്പോൾ സമാനമായല്ലോ. എന്നാലും ആ കൃത്യസമയത്ത് നിനക്ക് മിസ് കോൾ അടിച്ചാരാടാ? വേറെ ആരായിരിക്കും? നീ ഇതൊക്കെ ഇവനോട് കൂടുതൽ ചോദിക്കുന്നതിനാടാ. നിൻ്റെയൊക്കെ ഒടുക്കത്തെ ത്വര കാരണമാണ് ഞാൻ ഇന്നലെ പെട്ടത്. എല്ലാവരും എനിക്ക് പുട്ട് പോലെ സാധനം കഴിച്ചായിരുന്നു. എടാ മോനെ, കുപ്പിയൊക്കെ കയറ്റാനൊരു സ്കില്ല് വേണം. അറിയില്ലെങ്കിൽ ചോദിച്ച് പഠിക്കണ്ടടാ. മാർട്ടിൻ, ലൂസിഫർ പിടിച്ചു കൂടെ ഉണ്ടാവണേ. കുയ്ന്ന് പിടിടോ. ഓൾ ദി ബെസ്റ്റ് അളിയാ. നിന്നെയൊക്കെ ശിക്ഷിക്കുന്നതിനൊരു പരിധിയുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഹോസ്റ്റലിൽ പെരുമാറേണ്ടത്. ഹോസ്റ്റലിൽ കുറേ റൂൾസ് ഉണ്ട്, അത് എല്ലാവർക്കും ബാധകമാണ്. അതും ഇന്നലെ രാത്രി എൻ്റെ മുന്നിൽ കൂടെ. ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പറഞ്ഞത് മനസ്സിലായോ? നീ ഷേർലി മാത്യുവിൻ്റെ മകനല്ലേ? മമ്മനെ എങ്ങനെ അറിയാം? കോളേജിൽ എൻ്റെ സീനിയറായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു വർക്ക് ചെയ്തത്. എന്നെ കുറേ സഹായിച്ചിട്ടുണ്ട്. അടക്കത്തിന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു പള്ളിയിൽ. അന്ന് നിന്നെ കണ്ടിരുന്നു, പക്ഷേ സംസാരിക്കാൻ പറ്റിയില്ല. അച്ഛന് സുഖമല്ലേ? ആ ശരി, പൊയ്ക്കോ. സാർ അകത്തിരുന്ന് അടിക്കുന്നില്ല പ്രശ്നമുള്ളൂ, പുറത്ത് പ്രശ്നമില്ലല്ലോ. ഓടാ. എടോ, നമുക്ക് ഷോർട്ട് ഫിലിം ഒക്കെ എടുക്കണ്ടേ? പിന്നെന്താ, നീ ഒരു കഥ പറ. ഞാൻ ഒരു കഥ സുട്ടമാ. എൻ്റെ പൊന്നോ വേണ്ട പ്ലീസ്. ബെസ്റ്റ്. എടാ നല്ല കഥയാടാ, പോടെ കേട്ട് നോക്കടാ. ബംഗാളിത്തില്ലോ. എടാ മാർട്ടി, എടാ നീ ആൻറ്റി തമ്മിൽ എന്താ പ്രശ്നം? ഇല്ല, ഒന്നുമില്ല. പിന്നെ അവളെന്താ അവിടെ ഡെസ്പായിട്ടിരിക്കുന്നത്? എനിക്കറിയില്ല. ഒന്ന് പോയി നോക്കി. എടാ ഞാൻ പോയി നോക്കിയിട്ട് വരാം. നിനക്കെന്താ പറ്റിയേ? അവന്മാരൊക്കെ വിചാരിക്കുന്നത് നമ്മൾ തമ്മിൽ അടിയാന്ന്. നീ കാര്യം പറ. നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലടാ. നിനക്കറിയാമല്ലോ എൻ്റെ പാഷനെ പറ്റി. ഇന്നായിരുന്നു ആ ഫാഷൻ ഡിസൈനിങ് കോൺടെസ്റ്റ്. എന്നിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നീ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് നീ ഓർത്തോ? ഈ നരകം പിടിച്ച പ്രൊഫഷനിൽ വന്നപ്പോൾ മുതൽ ഐ ലോസ്റ്റ് ഓൾ മൈ ഹാപ്പിനെസ്. ഐ ലോസ്റ്റ് മൈ പാഷൻ. ഐ ഫീൽ ലൈക്ക് എ കേജ്ഡ് ബേർഡ്. അപ്പയോട് ഞാൻ ഒരുപാട് ചോദിച്ചതാ പൊക്കോട്ടെ എന്ന്. പക്ഷെ കേരളത്തിൻ്റെ പുറത്ത് പോയി കോൺടെസ്റ്റ് പങ്കെടുക്കാൻ സമ്മതിച്ചില്ല. ഐ എം സോറി. നീ കാപ്പി കുടി. നീ അത്രയ്ക്ക് അപ്സെറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. നീ നരകം എന്ന് പറഞ്ഞ ഈ പ്രൊഫഷൻ ഉണ്ടല്ലോ, അത് അത്രയ്ക്ക് മോശമൊന്നുമല്ല. അതിനൊരു ഡിവിനിറ്റി ഒക്കെ ഉണ്ട്. എൻ്റെ അമ്മ ടേർമിനൽ സ്റ്റേജിലായെന്ന് അറിഞ്ഞിട്ട് പോലും അമ്മയ്ക്ക് അമ്മയുടെ മെഡിക്കൽ പ്രൊഫഷനോടുള്ള ആ ഒരു എത്തിക്സും പാഷനും അത്രത്തോളം ഉണ്ടായിരുന്നു. അമ്മ പറയുമായിരുന്നു, അമ്മ ചികിത്സിച്ച് ഭേദമാക്കിയ പേഷ്യൻസിൻ്റെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് അമ്മയ്ക്ക് ആ ഒരു പോസിറ്റീവ് എനർജിയും ആ ഒരു ഡ്രൈവും കിട്ടിയത്. ഷീ ലവ്ഡ് ഹർ പ്രൊഫഷൻ ദാറ്റ് മച്ച്. കോമ്പറ്റീഷൻസ് ഇപ്പോഴും തീരുന്നില്ലല്ലോ. നമുക്ക് ഇനിയും പോവാം ഒരുമിച്ച്.
ഏതോ മഴയിൽ നനവോടെ നാം അന്നു കണ്ടു തീരാ മൊഴിയിൽ മൗനങ്ങളൊന്നായലിഞ്ഞു ഈറൻ കാറ്റിൽ മെല്ലെ മായും മഞ്ഞിന്റെ ഉള്ളിൽ ഈറൻ കാറ്റിൽ മെല്ലെ മായും മഞ്ഞിന്റെ ഉള്ളിൽ പുലരും പൂക്കളായി നാം പകലുകൾ തീരാതെ പുതുമഴ തോരാതെ തിരുച്ചിറകറിയാതെ ഒന്നാകുന്നേ പല നിറമകലുന്നേ പുതുനിറമുണരുന്നേ ഒരു സ്വരമുയരുന്നേ നെഞ്ചിൽ താനേ ഇവിടുത്തെ കാക്ക ചേച്ചി നമ്മുടെ തലയിൽ തൂറിട്ടിട്ട് പോകും. സാറിന് വേണ്ടി മുടി നിറച്ച് തരാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. തൂറിട്ടാൽ ആരും അറിയില്ല. ഇവര് സെറ്റാണ്. ഓ അത് കാര്യമൊന്നുമില്ല സാറേ. എന്തായാലും അവളെ അവനെ കൊതിപ്പിച്ചിട്ട് കടന്നു കളയും. മാട്ടി നീ വിട്ടോ. ഓക്കെ ബൈ. ആ സാർ. ഹായ് നീങ്ങുവാ ചോദിക്കട്ടെ. ഞാൻ നോക്കാത്ത അല്ലെങ്കിലും ചിക്സിന് ശല്യം കാര്യം പഠിക്കാൻ പറ്റാറില്ല. എന്തിനാ വെറുതെ വേണ്ടെന്ന് വെച്ചിട്ടാ. എടാ ഞാൻ പറഞ്ഞ കാര്യം എവിടെ നോക്കിയാടാ? നിന്നെ തന്നെ നോക്കി എറിഞ്ഞാടാ. എടാ ഗ്രൗണ്ടിൽ വന്നാലേ കളി ശ്രദ്ധിക്കണം. നിനക്കിതൊരു ആനറ്റിനോട് പറയാറായില്ലേ? പറയണം. എടാ ഇന്റേൺഷിപ്പ് തീരാറായി. കോളേജ് വിട്ട് എല്ലാവരും പോവുക. നീ ഇനി എന്നാ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത്? പറയണം. ഞാൻ പറയാൻ പോവാ. ഡാ നീ എങ്ങനെയാ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ തന്നെ പറയാൻ പോവാണ്. ഇനി മുതൽ കോംപ്ലിക്കേറ്റഡ് ആയതും ഇല്ലാത്തതുമായിട്ടുള്ള ഡിസിഷൻസ് നമുക്ക് ഒന്നിച്ചെടുത്തൂടെ ജീവിതം മൊത്തം? ശോകം, വെറും ശോകം. വാ എന്ത് തോൽവിയാടാ മാട്ടിനി. അപ്പൊ നീ എവിടെ വെച്ചാ പ്രപ്പോസ് ചെയ്യാൻ പോണേ? അതൊക്കെയുണ്ട്. എടോ നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നൊരു കോഴ്സ് അല്ലേ? ഇതുപോലെ ടെൻഷനൊക്കെ ഉണ്ടാവും. കുറേ കോംപ്ലിക്കേറ്റഡ് ഡിസിഷൻസ് ഒക്കെ എടുക്കേണ്ടി വരും അല്ലേ? നമ്മൾ റിസൾട്ടൊക്കെ ചിലപ്പോൾ വേറെ വിചാരിച്ച പോലെ ആവണമെന്നില്ല അല്ലേ? നിനക്ക് ഓർമ്മയുണ്ട് ഈ സ്ഥലം? നമ്മളിവിടെ വന്ന് ഇരുന്നിട്ടൊക്കെ ഉണ്ട്. ഇത് ചോദിക്കാനാണോ ഇത്രയും വലിയ ബിൽഡപ്പ്? ഒരു സെക്കൻഡേ. സൂരജ് ഞാൻ നമ്മളോട് എന്താടാ പറയണ്ടേ? നീ എന്തിനാ പേടിക്കുന്നേ? നിനക്ക് അവളെ ഇഷ്ടമല്ലേ? അധികം വളച്ചിട്ടില്ല, നിന്റെ മനസ്സിലുള്ളത് അങ്ങ് പറഞ്ഞാൽ മതി. എടാ ഒരു എമർജൻസി ഉണ്ട്, എനിക്കിപ്പം തന്നെ പോണം. എടോ വണ്ടിയുണ്ട്, ഞാൻ കൊണ്ടാക്കാം. വേണ്ട, സ്കൂട്ടറുണ്ട്, ഞാൻ പൊക്കോളാം. മാട്ടി, നീ എവിടെയാ? ഞാൻ ഹോസ്റ്റലുണ്ട്. എന്ത് പറ്റി? നീ പെട്ടെന്നൊന്ന് ഐസിയുലേക്ക് വാ. എന്താടാ കാര്യം പറ. നീ വാ. എന്താടാ നീ എന്താ ഇവിടെ? ആനറ്റിനൊരു ആക്സിഡന്റ് പറ്റി. കണ്ടീഷൻ ഇച്ചിരി മോശമാണ്. നീ എന്തീ പറയുന്നത്? ഇടിയച്ച് ഉണ്ടെന്നാ സാറ് പറയുന്നു.
എടാ കുറച്ചു മുമ്പ് എൻ്റെ അടുത്തുനിന്ന് പോയതേ ഉള്ളൂ. നീ ഡെസ്പാവല്ലേ, നമുക്ക് നോക്കാം. അവളുടെ പേരൻസിനെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. മാർട്ടി, നീ ചായ കുടിക്ക. സാർ അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഡാ, നീ ഇവിടെ ഇങ്ങനെ എപ്പോഴും വന്നിരിക്കണമെന്നില്ല. ആറ്റിൻ്റെ അച്ഛനും അമ്മയെ ഞാൻ കുറേ നേരം സംസാരിച്ചു. ഇതിപ്പോൾ 1 മാസം ആയില്ലേടാ അവൾ വെന്റിലേറ്ററിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. ഒരു ബെറ്റർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി എബ്രോഡ് കൊണ്ടുപോകണമെന്നാണ് അവരുടെ തീരുമാനം. നീ ലോജിക്കലി ഒന്ന് ചിന്തിച്ച് നോക്കൂ. അവളുടെ പേരൻസ് അങ്ങനെ വിചാരിച്ചാൽ ഒരു തെറ്റുമില്ല. അവർക്ക് അവളെ എങ്ങനെയും രക്ഷിച്ചേ പറ്റൂ. നീ മനസ്സിലാക്ക്, അവളെ ഷിഫ്റ്റ് ചെയ്യാനുള്ള പേപ്പർ വർക്ക്സ് ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. നീ ഡെസ്പാകാൻ പറയുകയല്ല. എന്താ നിൻ്റെ ഉദ്ദേശം? ഡു യു തിങ്ക് യു ഹാവ് ഫ്യൂച്ചർ ഇൻ ദിസ്? നിങ്ങൾ രണ്ടുപേരും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പോലുമില്ല. യു നീഡ് ടു കം ഔട്ട് ഓഫ് ദിസ്. നീ നിൻ്റെ അച്ഛനെ കുറിച്ച് ആലോചിച്ചോ? 22 വർഷം വളർത്തിയ അച്ഛനോടുള്ള കമ്മിറ്റ്മെൻറ്റ് നീ മറക്കരുത്. ഹീ ഈസ് ഗെറ്റിംഗ് ഓൾഡ്. ഹീ നീഡ്സ് യുവർ സപ്പോർട്ട്. എല്ലാം ശരിയാവും. ലെറ്റ്സ് ഹോപ്പ് ഷീ റിക്കവേഴ്സ്. യു പ്ലീസ് കം ഔട്ട് ഓഫ് ദിസ്. മാർട്ടി, യു നീഡ് ടു മൂവ് ഓൺ. And the biggest gift that MOC could ever give me, my now wife Sarah. Literally the biggest gift. 8 വർഷം കഴിഞ്ഞ് 2013 ബാച്ചിന് ഒരു റീയൂണിയൻ ഉണ്ടാവുന്ന ഒരിക്കലും വിചാരിച്ചില്ല. We've had our ups, we had our fights, we've had our downs. പക്ഷേ I'm glad that we could put that all past and come back for this. ആകാശത്തിനാരോ വർണ്ണങ്ങൾ തൂവി ആശപ്പൊൻ താരങ്ങൾ അങ്ങിങ്ങായി നീലക്കൺ ചിമ്മി മാർട്ടിൻ വാടാ. മോളെന്താ ഇവിടെ? ആരോടാ വന്നേ?
ഈ ജീവിതം മഴകല്ലയോ ഈ ജീവിതം പ്രിയമല്ലയോ. ഹായ്. ഹായ്. എന്നെ ഇവിടെ കാണുമെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ? മോള് സ്മാർട്ടായാലോ? മാട്ടി ഷോ, നീ ഭയങ്കര മെച്ചർ ലുക്കായല്ലോ. അന്ന് ഞാനപ്പോ സംസാരിച്ചത് തന്നോടായിരുന്നല്ലേ? അന്ന് തന്നെ എവിടെയായിരുന്നു? ഇവളിപ്പോ ഭയങ്കര ഇന്റർനാഷണൽ ഡോക്ടറൊക്കെയാ. ഡോക്ടേഴ്സ് ബിയോണ്ട് ബോർഡേഴ്സ് അങ്ങനെ എന്തൊക്കെയോ. ഡോക്ടേഴ്സ് ബിയോണ്ട് ബോർഡേഴ്സ് അല്ല, ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ്. വെറുതെ അല്ലേ നീ MBBS ഒക്കെ കളഞ്ഞിട്ട് വീട്ടിൽ പിള്ളേരെ നോക്കി കുത്തിയിരിക്കുന്നത്? ഓ, ഞാനങ്ങ് സഹിച്ച്. ഇവാ വൈഫ് എവിടെ? ഷി വാസ് ഹിയർ 5 minutes ബാക്ക്. ഇപ്പോൾ ജസ്റ്റ് അങ്ങോട്ട് പോയി. ഹസ്ബൻഡ് വന്നില്ലേ? അബ്രോഡാ, ടെക്കിയാണ്. സോ യു നോ ഹൗ ഇറ്റ് ഈസ്. മാർട്ടിൻ ഇത് എവിടെയായിരുന്നു? ഞാൻ ഇവിടെ ഒക്കെ കുറെ തപ്പി. മാറി നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ പഴയ ലൈനായിരിക്കുമെന്ന്. എന്നാൽ ഡിസ്റ്റർബൻസ് ആയിക്കൊണ്ടെന്ന് കരുതി ഞാൻ ഇങ്ങോട്ട് വന്ന്. അങ്ങനൊന്നുമില്ല. അനറ്റ്, മീറ്റ് ഹന്ന. ഷീസ് മൈ വൈഫ്. ഹായ്. ഹായ്. ഷീസ് വർക്കിംഗ് ഇൻ ഇൻഫോസിസ് ആസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ? യെസ്. ഞങ്ങള് കോളേജ് സമയത്ത് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഓക്കെ. ഫുഡൊക്കെ കഴിച്ചില്ലേ? ആ, കഴിച്ചു. ശരി, യു ഗൈസ് ഹാവ് എ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സീ യു ഗൈസ്. സീ യു. ഇവ ബാ പോവാം. ഈ എന്തിനാ ഓനോട് കള്ളം പറഞ്ഞേ? എനിക്കിങ്ങനൊരു തിരിച്ചു വരവുണ്ടാകുമെന്ന് ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല. കറുപ്പിന്റെ കരിമ്പിടം പൊതിച്ച് ജീവന്റെ തുടിപ്പിൽ നിന്നും ഒരുപാട് അകലെ നിതാന്തമായ നിദ്രയിലാണ്ടുപോയ ഞാൻ മരണത്തെ തോൽപ്പിച്ചു തുടങ്ങിയത് ഒരു പക്ഷേ എന്നെ സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥനകൾ കൊണ്ടാവാം. പുതിയ മാറ്റങ്ങളോട് മനസ്സ് പൊരുത്തപ്പെട്ടു തുടങ്ങിയിരുന്നു. എങ്കിലും തുന്നിച്ചേർക്കാനാവാത്ത വേദനയായി ഒരു സമസ്യ മാത്രം ബാക്കിയായിരുന്നു: മാർട്ടിൻ. ഒരു ഫേസ്ബുക്ക് സെർച്ചിൽ തന്നെ ഞാൻ എൻ്റെ മാർട്ടിനെ കണ്ടെത്തി, ഒപ്പം അവൻ്റെ ഭാര്യയെയും. ആ ഒരു നിമിഷം പൊരുതാനൊപ്പമുണ്ടായിരുന്ന ധൈര്യവും ക്ഷമയും പ്രതീക്ഷയും എല്ലാം ആ ഒരു തിരിച്ചറിവിൽ പൊലിഞ്ഞില്ലാതെയായി. വാക്കുകൾ കൊണ്ടോ തിരുത്തലുകൾ കൊണ്ടോ ഇനി ഒരിക്കലും എൻ്റേതാവാനാവാത്ത മാറ്റി അതെനിക്ക് സഹിക്കാവുന്നതിനപ്പുറമാണ്. മോളെ, നീ ഇന്ന് ഒറ്റയ്ക്ക് ജീവിക്കാനാണോ? ഞങ്ങളുടെ കാലശേഷം നിനക്ക് ആരോ ഉള്ളേ? നിന്റെ തീരുമാനം എന്താന്ന് പപ്പയോടെങ്കിലും പറ. ആൻ, നീ നരകം എന്ന് പറഞ്ഞ ഈ പ്രൊഫഷൻ ഉണ്ടല്ലോ, അത് അത്രയ്ക്ക് മോശമൊന്നുമല്ല. അതിനൊരു ഡിവിനിറ്റി ഒക്കെ ഉണ്ട്. Yes, he has moved on, and so have I with Eva. Life has a purpose. There's divinity in the relationships we form. Some stick and stay close, and some leave to walk a different path altogether. There's room made in our hearts for it all, be it a scar or a wound. All we have left in the end is one mixture of well-formed and smudged footprints to trace back to, the trails of our lives. ആക്ഷൻ. ഹലോ, ആക്ഷൻ പറയുമ്പോൾ കത്തി വാ പറഞ്ഞോ?
Oxygen by symptom. Viva left. When you center. Left, left, left. തള്ളിക്കോ തള്ളിക്കോ തള്ളു വെച്ചു ഒന്നിക്കോ ഒന്നിക്കോ. അയ്യോ അയ്യോ. ദീപയുടെ ഷോൾഡർ തള്ളാൻ പറ. ദീപയുടെ ഷോൾഡർ തള്ളാൻ പറ നെഞ്ചിനോട്. Oh my god. അങ്ങനെ മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ക്ലിക്ക് ചെയ്തേ. ഓക്കെ.